ഡെയിലി ഒരു 3 മണിക്കൂർ കൂടുതൽ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 500ഓളം കമ്പനികൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 3 കോടി മുതൽ 3000 കോടി വരെയുള്ള കമ്പനികളുടെ ഭാഗമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് പാർക്കായിട്ട് ഇവിടെ മേപ്പാടിൽ 1000 ഏക്കർ ബോച്ചെ 1000 ഏക്കർ ഭൂമിപുത്ര എന്നൊരു കാര്യം വരുന്നുണ്ട്. അതിൽ 7 സെക്ടറായിട്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരമധ്യത്തിലുള്ള ഗ്രീൻ ഗേറ്റ്സ് റിസോർട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു 3-4 ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവരൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അതാ ഇവിടെ ഉണ്ട് അവർ. എന്താണ് ഭയങ്കര അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണല്ലോ നിങ്ങൾ? ബാക്കി 2-3 പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിവിടെ ആയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങളിങ്ങനെ ജീവിതം ആസ്വദിച്ച് ഫ്ലോയിൽ അങ്ങ് പോകാന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പരിപാടി. ഇപ്പൊ ശരിക്കും എന്താ പേരെന്താണ്? എൻ്റെ പേര് സ്റ്റെഫിൻ. സ്റ്റെഫിന്റെ വീട് എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂര്. സ്റ്റെഫിൻ ഇപ്പം ഈ ജീവിതം ആസ്വദിച്ച് ഇപ്പൊ വയനാട്ടിലെത്തി. ജീവിതം ആസ്വദിച്ച് ആരുടെ കൂടെ വന്നത്? ഞങ്ങളൊരു മുഴുവനൊരു കൂട്ടായ്മയുണ്ട്. ആഷിഖുണ്ട്, ഷഫീഖുണ്ട്, ജോഫറുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. എന്താണ് പേരെന്താണ്? പേര് ആഷിഖ്. വീട് എവിടെയാ? വീട് വരുന്നത് മലപ്പുറം. എന്താണ് പേരെന്താണ്? പേര് ഷഫീഖ്. എവിടെ വീട്? വീട് വരുന്നത് മലപ്പുറം. ഒരാളും കൂടെ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിലേക്കുള്ള. എന്താ പേരാണ്? എന്താണ്? എൻ്റെ ഒരു വിവേക്. എവിടെയാ സ്ഥലം? തൃശ്ശൂരാണ്. അല്ല, സത്യത്തിൽ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജീവിതം ആസ്വദിക്കാനാണ്. നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വലിയൊരു പങ്ക് വരുന്നത് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് പാർക്കായിട്ട് ഇവിടെ മേപ്പാടിൽ 1000 ഏക്കർ ബോച്ചെ 1000 ഏക്കർ ഭൂമിപുത്ര എന്നൊരു കാര്യം വരുന്നുണ്ട്. അതിൽ 7 സെക്ടറായിട്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് റിസോർട്ട്, എന്റർടൈൻമെന്റ്, അഡ്വഞ്ചർ പാർക്ക്, ചെറിയ വിമാനങ്ങൾക്ക് ഇറങ്ങുന്ന എയർ സ്ട്രിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ കൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ എന്തോ മടിയന്മാരാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിലുള്ളത് മടിയന്മാരാണ്, ആകെ 1-2 മണിക്കൂറേ നിങ്ങൾ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ. എത്ര മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്? ഡെയിലി ഒരു 3 മണിക്കൂർ കൂടുതൽ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, പല കമ്പനികൾക്കും ഒരുപാട് ആളുകളെ ജോലിക്കാരായിട്ട് ആവശ്യമുണ്ടാവും. ഈ ജോലിക്കാരായിട്ടുള്ള എന്ത് ജോലിക്കാരായിരിക്കും ആ ജോലി ചെയ്യുന്നവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള മടിയനായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സമയം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അവരെ കൊണ്ട് ഡെലിഗേറ്റ് ചെയ്തിട്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 3 കോടി മുതൽ 3000 കോടി വരെയുള്ള കമ്പനികളുടെ ഭാഗമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 വർഷത്തിന് ശേഷം ഇതിൽ കിട്ടുന്ന ഈ എക്സ്പീരിയൻസ് കൊണ്ട് എൻ്റെ ഒരു ദിവസം 3 മണിക്കൂർ മാത്രം ജോലി ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഈ 9 മാസങ്ങൾക്ക് ശേഷം ഞാൻ 3 കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സ്വന്തമായിട്ട്. ഞാനൊരു ബിടെക് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോർപ്പറേറ്റുകളിൽ ഒക്കെ സക്സസ് ആവാൻ കാരണം അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള ഒരു 1% എക്സിക്യൂഷൻ ടീം കൂടെ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൂടിയും കൊണ്ടുകൊണ്ട് മാത്രമാണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1% ആളുകളെ ഓരോ കമ്പനികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അല്ല, അപ്പൊ ഇതില് നിങ്ങളിൽ ഒരാള് ഞാൻ മനസ്സിലാക്കിയത് വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത ആളാണെന്ന് പറയുന്നുണ്ട്. അതാരാണ്? നിങ്ങളിൽ ആരാണ്? യെസ്, അത് ഞാൻ. എന്താണ് ചെയ്തോണ്ടിരുന്നത്? ഞാൻ വാട്സപ്പിൽ ആദ്യമായിട്ട് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് 2017 മുതൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നിന്ന് ഒരു 500ഓളം കമ്പനികളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ ആ ഒരു വർക്കിലൂടെ ഞാൻ എന്ത് ചെയ്തു, കാനഡ, US പോലുള്ള ക്ലയൻസിലേക്ക് എന്ത് ചെയ്തു വർക്ക് എടുത്തു. അങ്ങനെ പിന്നെ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്രയും കമ്പനികൾക്ക് വർക്ക് ചെയ്ത സമയത്ത് അതൊരു ചുരുളി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കി ഈ 500ഓളം കമ്പനികൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്കൊരു സംശയം. നിങ്ങൾ ഈ 4 പേര് മാത്രമല്ല, കുറേ പേര് വേറെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇതാരാണ്? നിങ്ങളുടെ നേതാവാരാണ് ശരിക്കും? അതും ജോഫേട്ടൻ. നമസ്കാരം. അപ്പൊ നമുക്ക് അവിടേക്ക് പോകണം അല്ലേ? അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. ഞാൻ എന്താ വിചാരിക്കുന്നറിയോ, ഏറ്റവും നല്ല മടിയിലാണ് ലോകം മാറ്റിമറിക്കാൻ പോണത്. ഇവിടെ നമ്മളുടെ കേരളത്തിലെ എല്ലാവരും പല സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണം. 18ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അക്ഷയ സംരംഭകനായിട്ട് ബിസിനസ് ആരംഭിച്ച ആളാണ് ഞാൻ. 2 വർഷത്തിനുള്ളിൽ ഞാൻ ഓട്ടോമേറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഇതുവരെ എന്താ ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓട്ടോമാറ്റഡ് സിസ്റ്റം വഴി പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടി വന്നു അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് എൻ്റെ
ഒരു 15 വർഷം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയധികം സമയമൊന്നും വേണ്ട നമുക്ക് ജീവിക്കാനായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിച്ചവർക്ക് ആ കാണുന്ന എക്സ്പീരിയൻസ് ചെറിയ സമയം കൊണ്ട് കിട്ടുകയും പിന്നീട് അവർ ആ എക്സ്പീരിയൻസ് കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു മടീന് മാത്രമേ വേറൊരു മടിയില്ലാത്തവരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും മടീനാവണം എന്നല്ലാതെ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ടാവാം. ഒരു ജീവിതത്തിൻ്റെ സമയം അവർക്ക് ഈ ലോകം മുഴുവൻ കാണണമെന്നും അതിനോട് സഞ്ചരിക്കുന്നൊക്കെ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും വേണ്ടി വരാം. അവർക്ക് എല്ലാം ഉള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കൊടുത്ത ഒരു ഗുരുകുല സമ്പ്രദായം ഞാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഗുരുകുല സമ്പ്രദായത്തിൽ ഇവരെല്ലാം പല കമ്പനികളുടെ ഭാഗമാവുന്നു. അങ്ങനെ 15-20 വർഷം കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസിനെ, ഒരു നോളജിനെ ചെറിയ സമയത്തിനുള്ളാക്കുകയും അവരിവിടുന്ന് പറന്നു പോവുകയും ചെയ്യുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കേരളം മുഴുവൻ പോയിട്ട് കേരളത്തിൻ്റെ പല ജില്ലകളിലുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പല കമ്പനികളെ സെലക്ട് ചെയ്ത് അതിലേറ്റവും നല്ല ബെസ്റ്റ് കമ്പനികൾക്ക് മാത്രം നിങ്ങൾ കൺസൾട്ടൻസി പോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ശരിക്കും കമ്പനികൾക്ക് നിങ്ങൾ എന്താ ചെയ്തു കൊടുക്കുന്നത് എന്താണ്? ഇതൊരു പ്രൊജക്റ്റ് എക്സിക്യൂഷനാണ്. ഇതിലൊരു പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നതാണ്. പലപ്പോഴും സംരംഭകരുടെ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ, അഡ്മിനിസ്ട്രേഷനിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ വിഷണറി ആ സംരംഭകനായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഡേ ടു ഡേ കാര്യങ്ങളും അയാളുടെ വിഷണറിയും നടപ്പിലാക്കാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷണറി മാത്രം വെച്ചിട്ട് കാര്യമില്ല. ആ കമ്പനിയിൽ കുറേ വിഷണറീസ് വേണം. അങ്ങനെ വലിയ കാഴ്ചകൾ കണ്ടവർ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെന്നെ വലിയ കമ്പനികളുടെ ഭാഗമാക്കി ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കുകയും ആ വിഷൻ കാണുകയും 5000 കോടി കണ്ടവനല്ലേ 50 കോടിയുടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഒരു 100 കോടി കമ്പനിയുടെ പ്രൊജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ ഇവർ 500 കോടി കണ്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റിനെ, ഒരു സംരംഭകത്തിൻ്റെ ആശയത്തിനെ, ഒരു സ്റ്റാർട്ടപ്പിനെ, അവരുടെ ഫണ്ടിങ്ങിനെ എല്ലാം മാർക്കറ്റിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊജക്ട് എക്സിക്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ മടിയന്മാരോടൊപ്പം ചേർന്ന് കോടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? അതെ, മടിയന്മാരായതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിൽ ആരുടെ നമ്പർ കൊടുത്തിട്ട് നീ ഫോൺ വിളിച്ചെടുക്കൂ? ഞാൻ എടുക്കും. ഇവന്റെ നമ്പർ തരാം. ഇവന്റെ നമ്പർ കൊടുക്കാം പ്ലീസ്. നീ ചെയ്യണട്ടാ. ഞാൻ ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം തരാം, അവന്റെ നമ്പർ എനിക്ക് ഫോർവേഡ് ആണ്. ഇല്ല, ആരെങ്കിലും എടുക്കും. ഒരാളെടുക്കും, എന്തായാലും ഒരാളെടുക്കും. ഞാൻ എന്റെ നമ്പർ ഇങ്ങോട്ട് ഫോർവേഡ് ആവും, ഷഫീക്ക് ആഷിക്ക് ഫോർവേഡ് ആവും, അത് വിവേക്ക് ഫോർവേഡ് ആവും, അല്ലെങ്കിൽ ജോഫ്രേട്ടനിലേക്ക് ഫോർവേഡ് എടുക്കും. ഒരാളെടുക്കും, മറുപടി പറയും. ഓക്കെ.